Welcome to Bhaskar's Engineering Mathematics, the world of plus points. നിങ്ങൾ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന യൂസിങ് മെട്രിക്സിന്റെ ഏറ്റവും വലിയൊരു ആപ്ലിക്കേഷൻ ആണ്. സോ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് മെട്രിക്സ് യൂസ് ചെയ്യാം എന്നുള്ളത്. ഇപ്പൊ നോൺ ഹോമോജീനിയസ് ഇക്വേഷന് സോൾവ് ചെയ്യാനായിട്ട് മെട്രിക്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. എന്നാലും നമുക്ക് ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം കേൾക്കുമ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ ഒക്കെ തോന്നുന്നു, പേടിക്കാനൊന്നുമില്ല, നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പൊ നമുക്ക് ഞാനിവിടെ ഒരു പ്രോബ്ലം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, ഫസ്റ്റ് യു ഹാവ് ടു ഐഡന്റിഫൈ ദ ഗിവൺ ഇക്വേഷൻ ആസ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ. അത് നോൺ ഹോമോജീനിയസ് ആണെന്ന് പറഞ്ഞാൽ AX ഈക്വൽ ടു B, ദാറ്റ്സ് എ ജനറൽ ഫോം. AX ഈക്വൽ ടു B ഫോമിലായിരിക്കണം. B നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. B എന്ന് പറയുന്ന മെട്രിക്സ് ഒരു സീറോ മെട്രിക്സ് ആവരുത്. അതായത് റൈറ്റ് സൈഡിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റൈറ്റ് സൈഡിലെ എല്ലാ എൻട്രീസും 0 ആകാൻ പാടില്ല. അത്രേ ഉള്ളൂ കണ്ടീഷൻ. ഒന്നോ രണ്ടോ എണ്ണോ ആവാം. എല്ലാ ഇക്വേഷൻസിന്റെയും റൈറ്റ് സൈഡ് 0 ആകാതിരുന്ന അത് നോൺ ഹോമോജീനിയസ് ആയി. ഇനി നമുക്കത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എങ്കിലും നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? കൺവേർട്ട് ദ ഗിവൺ മെട്രിക്സ്, ഗിവൺ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഇൻ ദ ഫോം AX ഈക്വൽ ടു B. AX is equal to B യിലേക്ക്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും എഴുതേണ്ടത് എന്താ? The given system of equation can be, or given system can be converted into form AX is equal to B, where A is equal to, A ആരാണ്? ഈ ഇക്വേഷനിലെ കോയിഫിഷ്യൻസ് പെറുക്കി എഴുതുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് എക്സ്, വൈ, ഇസഡ് 3 വേരിയബിൾസ് ഇതിനകത്ത് കാണുന്നുണ്ട്. ഏതെങ്കിലും ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ കണ്ടില്ലെങ്കിൽ അതിന്റെ പ്ലേസിൽ 0 പ്ലേസ് ഇടാൻ മറന്നു പോയേക്കരുത്. ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് 1, ശ്രദ്ധിക്കുക. വൈയുടെ കോയിഫിഷ്യന്റ് അവിടെ ഇല്ല. സോ ഗീവ് 0 ഹിയർ. അപ്പൊ ഇവിടെ നമ്മള് 0 കൊടുക്കണം. നെക്സ്റ്റ് ഇസഡിന്റെ കോയിഫിഷ്യന്റ് എത്രയാണ്? 2 കൊടുത്തു. നെക്സ്റ്റ് ഇതാണ് കോയിഫിഷ്യൻസ് 1, 0, 2. ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസഡ്. ഇങ്ങനെ വേണം നമ്മൾ ആലോചിക്കാനായിട്ട്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് അടുത്ത ഇക്വേഷനിൽ ആരില്ല? എക്സ് ഇല്ല. സോ പ്ലേസ് 0 ഹിയർ. എക്സ്, വൈ, ഇസഡ് ഓർഡറിൽ എഴുതണം. വൈയുടെ കോയിഫിഷ്യന്റ് 1, ഇസഡിന്റെ കോയിഫിഷ്യന്റ് 1. അടുത്ത ഇക്വേഷനിലോ എക്സിന്റെ കോയിഫിഷ്യന്റ് 2, വൈയുടെ കോയിഫിഷ്യന്റ് 1, ഇസഡ് ഇതിന്റെ അകത്തില്ല. സോ പ്ലേസ് 0 ഹിയർ. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ സ്ഥാനത്ത് ഇല്ലെങ്കിൽ നമ്മൾ 0 അവിടെ കൊടുക്കണം. AX equal to B, where X is equal to, A is equal to this matrix and X is equal to, write as a column the name of unknowns X, Y, Z. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഈ X, Y, Z ന്റെ വാല്യൂ ആണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. B എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, ആ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആ എൻട്രീസ് കോളം മെട്രിക്സ് ആയിട്ട് കൊടുക്കുക. 2, 3, 1. ദിസ് ഇസ് B. 2, 3, 1. ഇപ്പൊ കിട്ടിയല്ലോ. ഫസ്റ്റ് നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനെ AX ഈക്വൽ ടു B ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. AX ഈക്വൽ ടു B കിട്ടി. ഇനി അടുത്ത് എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റൈറ്റ് ഡൗൺ ഓഗ്മെന്റഡ് മെട്രിക്സ്. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓഗ്മെന്റഡ് മെട്രിക്സ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ, ഓഗ്മെന്റഡ് മെട്രിക്സ് എങ്ങനെയാ കിട്ടുന്നത്? പ്ലേസ് മെട്രിക്സിന് ഒരു നൊട്ടേഷൻ ഉണ്ട്. പല നൊട്ടേഷൻസ് കാണാറുണ്ട്. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ AB ഇങ്ങനെ നൊട്ടേഷൻ കാണാറുണ്ട്. നടുക്കൊരു സ്ലാഷ് കൊടുത്തിട്ട് കാണാറുണ്ട്. നടുക്കൊരു സെമികോളം കൊടുത്തിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പല നൊട്ടേഷൻസ് ഉണ്ട്. ഞാനിവിടെ ഈ നൊട്ടേഷൻ യൂസ് ചെയ്യുന്നു. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ the matrix obtained by attaching the matrix B to right side of the matrix A. ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് റൈറ്റ് ഡൗൺ ദ മെട്രിക്സ് A, that is 1, 0, 2, 0, 1, 1, 2, 1, 0. ഇതാണ് A എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ചെറിയൊരു വര കൊടുക്കുക. അപ്പൊ നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. Now place B here, 2, 3, 1 as the last column. Place the matrix B as the last column in matrix A. Matrix AB എന്ന് പറയുന്ന ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ നമ്മൾ എന്താ ചെയ്യണ്ടേ? മെട്രിക്സ് AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ആദ്യം എഴുതുന്നു. ഈ പാർട്ട് A ആയിരിക്കും, ഈ പാർട്ട് B ആയിരിക്കും. ഇവിടെ ഒരു വര കൊടുത്താൽ നമുക്ക് എളുപ്പമുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് കിട്ടി. ഇനി ഓഗ്മെന്റഡ് മെട്രിക്സ് കിട്ടിയാൽ വിച്ച് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്?
ഫൈൻഡ് ഇറ്റ്സ് റാങ്ക്. അതിന്റെ റാങ്ക് കണ്ടുപിടിക്കണം. അതിന്റെ റാങ്ക് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിന്റെ റാങ്ക് കണ്ടുപിടിക്കാൻ ഇതിനാണ് നമ്മൾ റാങ്ക് ഓഫ് എ മെട്രിക്സ്. ഇവിടെ ഞാൻ റാങ്ക് കാണാനുള്ള പ്രൊസീജിയർ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് ഓൾറെഡി ഉള്ള വീഡിയോസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ വീഡിയോസ് സംശയമുള്ളവർ കാണണം. അപ്പൊ നമുക്ക് എന്തായാലും റാങ്ക് കാണാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതിയിട്ടുണ്ട്. അതിന്റെ റാങ്ക് എന്താ പ്രൊസീജിയർ? കം ടു ഫസ്റ്റ് റോ, ഫസ്റ്റ് എൻട്രി 1. സോ 0 ഇവിടെ 0 ആണ്. ഈ എൻട്രിയുടെ അതിന്റെ ആ എലമെന്റ് താഴെയുള്ളതെല്ലാം 0 ആക്കണം. 0 നമുക്ക് ആക്കാനായിട്ട് എന്ത് ചെയ്യണം? ഈ എലമെന്റ് 0 ആക്കണം. ഈ എലമെന്റ് 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു അപ്ലൈ ട്രാൻസ്ഫോർമേഷൻ ഓൺലി വിത്ത് ഫസ്റ്റ് റോ. അപ്പം ഈ എൻട്രിയെ 0 ആക്കണമെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യേണ്ടത് തേർഡ് റോയ്ക്കാണ്. ദാറ്റ് ഈസ് R3 gives R3. തേർഡ് റോയ്ക്ക് എന്ത് ചേഞ്ച് വരുത്താൻ പോവാ? 2ൽ നിന്ന് 2 തന്നെ സബ്ട്രാക്ട് ചെയ്താലേ 0 ആവുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഈ എൻട്രി 2 ആയിക്കോളും. 2 - 2 0 ആകും. അത് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിയാം. R3ൽ നിന്ന് 2ൽ നിന്ന് 2R1. ദാറ്റ് ഈസ് 2 കൊണ്ട് ഫസ്റ്റ് റോയെ മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇത് 2 0 4 4 എന്നാവില്ലേ? അപ്പൊ 2 - 2 0 ആയിക്കോളും. അപ്പൊ R3 - 2R1 വരും. നമുക്ക് R3 തേർഡ് റോയ്ക്ക് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. ദർ ഇസ് നോ ചേഞ്ച് ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റോ. അത് നമുക്ക് അതുപോലെ തന്നെ എഴുതാം. 1 0 2 2 0 1 1 3. തേർഡ് റോ പുതിയ എഴുതരുത്, ഇത് എഴുതരുത്, പുതിയ റോ എഴുതണം. നമുക്ക് അതെന്താ എഴുതേണ്ടത്? R3 ആദ്യം എഴുതണം. നമ്മുടെ R3 എങ്ങനെയാ? R3 എന്ന് പറയുന്നത് 2 1 0 1. 2R1 എങ്ങനെ വരും? 2R1 എന്ന് പറഞ്ഞാല് 1 × 2 2 0 × 2 0 2 × 2 4 2 × 2 4. നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. R3 - 2R1 ആണ് നമ്മുടെ പുതിയ R3 എന്ന് പറയുന്ന 2 - 2 0 1 - 0 1 0 - 4 -4 1 - 3 -3. ഇതാണ് നമ്മുടെ പുതിയ R3. പുതിയ R3 എടുത്തെഴുതാം. 0 1 -4 -3. ഇതാണ് നമ്മുടെ പുതിയ R3 എന്ന് പറയുന്ന റോയ്. അപ്പൊ നമുക്ക് ഇവിടെ വരെയായി പിവട്ട് എലമെന്റ് 1, അതിന്റെ താഴെയുള്ള എൻട്രീസ് 0 ആയിട്ട് കിട്ടി. അത്രയും വരെ കാൽക്കുലേഷൻസ് ആയി. നൗ അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഇവിടെ ഒരു സെപ്പറേഷൻ കൊടുക്കുന്നല്ല കേട്ടോ. അത് ശരിക്കും നമ്മൾ ഇട്ട് ശീലിക്കുന്നത് നല്ലതാണ്. കാരണം അങ്ങനെ ഇട്ടാല് നമുക്ക് ഈ ബി എന്ന് പറയുന്ന എൻട്രി എപ്പോഴും എങ്ങനെ ആയിക്കോളും? ഈ മെട്രിക്സില് ആ ബി എന്നുള്ളയാള് സെപ്പറേറ്റ് ഇത് എയും ഇത് ബി എന്നുള്ള ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ മാറാനും നല്ലതാണ്. അങ്ങനെ ഇട്ടാണ് അത് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ തന്നെ അവസാനം വരെ യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? അടുത്ത ചെയ്യേണ്ടത് എന്താണ്? കം ടു സെക്കൻഡ് റോ. ഫസ്റ്റ് റോയുടെ കാൽക്കുലേഷൻ കഴിഞ്ഞ് ഇനി ഫസ്റ്റ് റോയെ തൊട്ടേക്കരുത്, അപകടമാണ്. കം ടു സെക്കൻഡ് റോ. സെക്കൻഡ് റോയിലെ പിവട്ട് എലമെന്റ്, അതായത് നോൺ 0 ആയിട്ടുള്ളത്, ഇത് ഓൾറെഡി 0 ആണ്, അത് മാറ്റാൻ നോക്കിയേക്കരുത്. ഈ എൻട്രിയാണ് പിവട്ട് എലമെന്റ്. എന്ത് ചെയ്യണം? അതിന്റെ താഴെയുള്ള ഈ എൻട്രിയെ 0 ആക്കണം. അതായത് ബൈ അപ്ലൈങ് ട്രാൻസ്ഫോർമേഷൻ വിച്ച് സെക്കൻഡ് റോ ഓൺലി. ഫസ്റ്റ് റോയെ തൊട്ടേക്കരുത്, സെക്കൻഡ് റോയാണ് വിച്ച് ഇസ് എ റോ അണ്ടർ കൺസിഡറേഷൻ. അപ്പൊ നമുക്ക് എന്താ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ഉണ്ട്? ഈ എലമെന്റിനെ 0 ആക്കാൻ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ഉണ്ട് തേർഡ് റോയ്ക്കാണ്. തേർഡ് റോയിലെ ഈ എലമെന്റ് 0 ആണെങ്കിൽ 1 - 1 0 അല്ലേ? ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ പോരെ നമുക്ക്. R3 gives R3 - R2. അതായത് R2 സെക്കൻഡ് റോ, തേർഡ് റോ മൈനസ് സെക്കൻഡ് റോ ആണ് ഇനി പുതിയ തേർഡ് റോ. അപ്പൊ നമുക്ക് എങ്ങനെ വരും? 1 0 2 2. ഫസ്റ്റ് റോയ്ക്കും ഒന്നും ഒരു വ്യത്യാസമില്ല. നമ്മുടെ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയ്ക്കും തേർഡ് റോയ്ക്കും മാത്രമേ വ്യത്യാസമുള്ളൂ. 1 0 2 2 0 1 1 3. ഇനി തേർഡ് റോ നമുക്ക് ഏത് എഴുതാവുള്ളൂ? R3ൽ നിന്ന് R2 സബ്ട്രാക്ട് ചെയ്ത് 0 - 0 0 1 - 1 0 -4 -1 -5 -3 -3 -6. ഇപ്പൊ നോക്കിക്കേ, ഇത് എങ്ങനെയായി? ഫസ്റ്റ് റോ ഫസ്റ്റ് എൻട്രി 1, അതിന്റെ താഴെയുള്ള ഈ ഒരു വരയുടെ നമുക്ക് കൊടുത്തേക്കാം. ഫസ്റ്റ് റോ ഫസ്റ്റ് എൻട്രി 1, അതിന്റെ താഴെയുള്ള 0. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ 0 എൻട്രി ഇതാണ്, അതിന്റെ താഴെയുള്ള 0. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റി? ഈ മെട്രിക്സ് എ ബി, അതായത് ഓഗ്മെന്റഡ് മെട്രിക്സ് എങ്ങനെയായി? അത് എക്ലോൺ മെട്രിക്സ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് എക്ലോൺ മെട്രിക്സ് ആയതുകൊണ്ട് എന്ത് പറയാം? റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? റാങ്ക് ഓഫ് എ ബി. അപ്പൊ എങ്ങനെയാണ്? number which is in echelon form. Therefore rank of AB equal to number of non-zero rows in echelon matrix. Echelon matrix ile non-zero rows ആണ്. അപ്പൊ എത്രയാണ്? 1 2 ഒരെണ്ണം പോലും ഫുൾ ആയിട്ട് 0 ഉള്ളതില്ല. ഫുൾ ആയിട്ട് 0 ആണെങ്കിൽ 0 റോ എന്ന് പറയുള്ളൂ. അപ്പൊ റാങ്ക് എത്രയാ? 3.
ഇല്ല, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മെട്രിക്സിലെ ഇത്രയും ഭാഗം എ ആണ്, ഈ ഭാഗം ബി ആണ് അല്ലെ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എ ബിയുടെ റാങ്ക് നമുക്ക് കിട്ടി 3 ആണെന്ന്. ഇനി അടുത്ത പ്രൊസീജിയർ എന്താ? എ ബിയുടെ റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് വേണ്ടത് എന്താ? എയുടെ റാങ്ക് വേണം. എന്താ നമ്മളെ പ്രൊസീജിയർ ഏതാ? റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും കൂടെ തുല്യമാണോ നോക്കുമല്ലേ ചെയ്യുന്നത്. റാങ്ക് ഓഫ് എ ബി പ്രൊസീജിയർ കഴിഞ്ഞ ക്ലാസ്സിൽ ഏകദേശം പറഞ്ഞിട്ടില്ലേ. അപ്പൊ റാങ്ക് ഓഫ് എ ബി നമുക്ക് എത്രാന്ന് കിട്ടി? റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ മെട്രിക്സിൽ നിന്ന് ഈ എ ബി എന്നുള്ള മെട്രിക്സിന്റെ അകത്ത് എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഓൾറെഡി ഇല്ലേ? എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് ഓൾറെഡി ഉണ്ട്. അതിന്റെ റാങ്ക് കാണാനുള്ള വഴി വളരെ സിമ്പിൾ ആയിട്ട് കിടപ്പുണ്ട്. എ ബി എന്നുള്ള മെട്രിക്സിന്റെ ഇത്രയും ഭാഗം എ ആണ്. എ ബിയെ നമ്മൾ എക്ലോൺ ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്തു? എ എന്നുള്ള മെട്രിക്സിനെ കൂടെ നമ്മൾ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെയും നമുക്ക് റാങ്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ മെട്രിക്സ് എടുത്തെഴുതിയാൽ എന്തായിക്കോളും? അത് എ എന്ന് പറയുന്ന മെട്രിക്സ് അല്ലേ. എ ഈക്വലന്റ്, ഒരിക്കലും ഈക്വൽ ടു എഴുതരുത്. ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെട്രിക്സും ഈക്വലന്റേ ആവുള്ളൂ, ഒരിക്കലും ഈക്വൽ ആകേണ്ടത്. എപ്പോഴും പറയുന്നുണ്ട്, അത് ശ്രദ്ധിച്ചാണ്. 1 0 2. ഇതിന്റെ ഇത്രയും ഭാഗം എടുത്തെഴുതിയ എ അല്ലേ ഇത്. അപ്പൊ എ എന്താന്ന് ഞാനൊന്ന് എടുത്തെഴുതേ. 1 0 2 0 1 1 0 0 -5. ഇതല്ലേ നമ്മുടെ എയുടെ എക്ലോൺ ഫോം. എ ബിയുടെ എക്ലോൺ ഫോമിന്റെ അകത്ത് തന്നെ എയുടെ എക്ലോൺ ഫോം ഉണ്ട്. സോ ഇതിൽ നമുക്ക് എയുടെ റാങ്ക് ഒന്ന് കണ്ടേ. റാങ്ക് ഓഫ് എ, ആർ ഓഫ് എന്ന് എഴുതിയാലും മതി കേട്ടോ. റാങ്ക് ഓഫ് എക്ക് ആർ ഓഫ് എ. ഇതിന്റെ റാങ്ക് എത്ര? ഇത് എക്ലോൺ ഫോം ആണല്ലോ. ഇവിടെ 0, ഇവിടെ 0. നമ്മളെല്ലാം ഓൾറെഡി നമ്മള് എ ബിയുടെ എക്ലോൺ ഫോമിൽ നിന്നാണല്ലോ എടുത്തെഴുതിയത്. റാങ്ക് ഓഫ് എ എത്രയാ? 1 2 3 നോൺ സീറോ റോസ് ഉണ്ട്. റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? നമുക്ക് റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും കിട്ടിക്കഴിഞ്ഞു. സോ റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ. രണ്ടുപേരും നോക്കിക്കേ, രണ്ടിന്റെ റാങ്ക് എത്രയാണ്? 3 എന്ന് കിട്ടി. രണ്ടിന്റെ റാങ്ക് സെയിം ആയിട്ട് കിട്ടി. നമ്മുടെ ഫണ്ടമെന്റൽ തിയറം ഓഫ് ലീനിയർ ഇക്വേഷൻസ് പറയുന്ന എന്താണ്? ഇഫ് റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ, then അതായത് ഓഗ്മെന്റഡ് മെട്രിക്സിന്റെയും കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെയും റാങ്ക് സെയിം ആണെങ്കിൽ the given system has a solution. That solution may be unique or infinite. Infinite solution വരാം, യൂണീക്ക് ആവാം. അതറിയണേ നമ്മൾ ഇനി എങ്ങോട്ട് പോകണം? ഇത് സൊല്യൂഷൻ ഉണ്ടെന്നും ഇപ്പൊ ഇവിടെ വെച്ച് എന്തേ പറയാൻ പറ്റുള്ളൂ? വിച്ച് ഇംപ്ലൈസ് the given system. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ given system has എന്താ? a solution. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അതായത് കൺസിസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഈസ് കൺസിസ്റ്റന്റ് എന്ന് പറയാം. കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂഷൻ ഉള്ള സിസ്റ്റത്തിനാണ് നമ്മൾ കൺസിസ്റ്റന്റ് എന്ന് പറയുന്നത്. therefore this given system is consistent എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി കൺസിസ്റ്റന്റ് ആണ്, നമുക്കിനി എന്തറിയണം? ഇതിന്റെ അടുത്ത ഇത് കൺസിസ്റ്റന്റ് ആണെങ്കിൽ ഇതിന്റെ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ 2 തരം ഉണ്ടാകാം. സൊല്യൂഷൻ ഏതൊക്കെ? യുണീക് സൊല്യൂഷൻ ഉണ്ടാവാം, ഇൻഫിനിറ്റ് സൊല്യൂഷൻ. അതെങ്ങനെയാണെന്ന് അറിയണേ നമ്മൾ ഏതിലേക്ക് പോകണം? ഏത് മെട്രിക്സിലേക്ക് പോകണം? നമ്മൾ ഏതിലേക്ക് പോയാൽ അറിയാം? റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും നമ്പർ ഓഫ് അൺനോൺസും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുക. റാങ്ക് ഓഫ് എ ബി, ഇവിടെ നമ്മളെ റാങ്ക് ഓഫ് എ ബി ഏതാ? റാങ്ക് ഓഫ് എയും 3 ആണ്. അൺനോൺസ് ഹിയർ n ഈസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ അൺനോൺസ് എത്ര പേരാ? എക്സ് വൈ ഇസഡ്, 3 അൺനോൺസ് ആണ് നമുക്കുള്ളത്. ഹിയർ n ഈസ് ഈക്വൽ ടു 3. അപ്പൊ നമ്മുടെ തിയറി പറയുന്നത് എന്താ? റാങ്ക് ഇഫ് റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണെങ്കിൽ അത് ഈക്വൽ ടു 3 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണോ? അല്ലെ? ഈക്വൽ ടു n. n എത്രയാ? n ഈസ് ഈക്വൽ ടു 3. അതായത് r ഈസ് ഈക്വൽ ടു n എന്നുള്ള കേസ് ആണോ? റാങ്ക് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണോ? അൺനോൺസ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടു ഇത് കൺസിസ്റ്റന്റ് ആണ്. ഇനി സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ ഏത് തരമാണ്? the given system has a unique solution. അതായത് ഈ സിസ്റ്റത്തിനൊരു therefore which implies the given system has a unique solution. യുണീക് സൊല്യൂഷൻ ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. തന്നിരിക്കുന്ന ഒരു യുണീക് സൊല്യൂഷൻ ഉണ്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇത് ഫണ്ടമെന്റൽ തിയറം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ പറയേണ്ടി വരും. റാങ്ക് ഓഫ് എ ബി റാങ്ക് ഓഫ് എയും ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആയാൽ ഗിവൺ സിസ്റ്റം ഹാസ് യുണീക് സൊല്യൂഷൻ. ഇനി ഈ സൊല്യൂഷൻ കിട്ടാനായിട്ട് നമുക്ക് ഒരൊറ്റ വഴിയുള്ളൂ. നമ്മൾ നേരത്തെ ഇക്വേഷനെ മെട്രിക്സ് ആക്കി, ഇനി തിരിച്ചെന്ത് ചെയ്യണം? മെട്രിക്സിനെ ഇക്വേഷൻ ആക്കണം. ഇതാണ് നമ്മുടെ എ ബി എന്ന് പറയുന്ന നേരത്തെ നമ്മുടെ ഓഗ്മെന്റഡ് മെട്രിക്സ് ആയിരുന്നു. അതിന്റെ എക്ലോൺ ഫോം ആണ് ഇത് കിടക്കുന്നത്. ഇതാണ് എയുടെ എക്ലോൺ ഫോം,
ഇതാണ് മെട്രിക്സ് ബിയുടെ എക്ലോൺ ഫോം. ഇതിനകത്ത് ബിയുടെയും എക്ലോൺ ഫോം ഉണ്ട് കേട്ടോ. ബിയുടെ എക്ലോൺ ഫോം ആണ് ഇത്. ഓൾറെഡി നിങ്ങൾ നേരത്തെ ചെയ്തിരുന്നതാണേ. അപ്പൊ അതാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് നമുക്ക് തിരിച്ച് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയും. തിരിച്ച് പുറകോട്ട് പോയി നമുക്ക് സൊല്യൂഷൻ കാണാൻ പോണം. യുണീക് സൊല്യൂഷൻ കാണേണ്ട എങ്ങനെയാന്ന് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് R equal to n യുണീക് സൊല്യൂഷൻ ആണ് കിട്ടി. അത് എഴുതേണ്ടത് ശ്രദ്ധിക്കണം. R equal to n കേസ് ആണ് യുണീക് സൊല്യൂഷൻ വരുന്നത്. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? നമുക്ക് സൊല്യൂഷൻ കാണാൻ പോകാം. സൊല്യൂഷൻ കാണാൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇത് എ, ഇത് ബി ആണ്. നമ്മൾ പഴയ രീതിയിൽ തന്നെ AX ഈക്വൽ ടു ബിയിലേക്ക് നമ്മൾ പോകാൻ പോവാ. എന്താ AX ഈക്വൽ ടു ബി പഴയപടി എന്ന് എഴുതി. ഇപ്പോഴത്തെ എ ഇതാണ്. അതായത് നമ്മൾ നേരത്തെ ഇതാണ് ഇപ്പോഴത്തെ എ. ഇപ്പോഴത്തെ എ ആരാണ്? 1 0 2 0 1 1 0 0 -5. ഒരിക്കലും നേരത്തെ AXലേക്ക് പോകരുത്. ഇപ്പം എക്ലോൺ കൺവേർട്ടഡ് ആയിട്ടുള്ള എ ഏതാണ്? ഇതാണ് ഇപ്പോഴത്തെ എക്ലോൺ കൺവേർട്ടഡ് ആയിട്ടുള്ള എ. എ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ ആരാ? എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു ഇപ്പോഴത്തെ ബി. നേരത്തെ ബി അല്ല. നേരത്തെ ബി 2 3 1. ഇവിടെ 2 3 -6 ആണ്. കണ്ടോ? കൺവേർട്ടഡ് ആയിട്ടുള്ള എക്ലോൺ ഫോമിൽ കൺവേർട്ടഡ് ആയിട്ട് ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ ഫൈനൽ എക്ലോൺ മെട്രിക്സിലുള്ള എ ബി എഴുതണം. അവിടുത്തെ എയും അവിടുത്തെ ബിയും എഴുതണം. 2 3 -6. ഇതാണ് നമ്മുടെ ആ ഫൈനൽ AX. ഇപ്പൊ ഇതാണ് എ, ഇതാണ് എക്സ്, ഇതാണ് പുതിയ ബി. AX ഈക്വൽ ടു ബി എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് നേരെ ഇത് മെട്രിക്സ് ആണ്. ഇവിടുന്ന് പുതിയ ഈ മെട്രിക്സിൽ നിന്ന് ഇക്വേഷൻ ആക്കിക്കേ. എപ്പോഴും നിങ്ങൾ ഒറ്റ കാര്യം ഓർത്തേച്ചാൽ മതി. ഇവിടെ എക്സ് എഴുതുക, ഇവിടെ വൈ, ഇവിടെ ഇസഡ് എന്ന് ഓർക്കുക. അപ്പം കോയിഫിഷ്യൻ തിരിച്ച് ഇക്വേഷൻ ആക്കിക്കേ. 1x ദാറ്റ് ഈസ് എക്സ് പ്ലസ് 0y പ്ലസ് 2z ഇസ് ഈക്വൽ ടു 2. അടുത്തത് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ ഹയർ സെക്കൻഡറി പഠിക്കുന്നല്ല. ഇവിടെ ഏതാ? എക്സ് വൈ ഇസഡ്. 0x പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു എന്ത്? 3. അടുത്തത് തിരിച്ച് ഇക്വേഷൻ ആക്കിയേ. 0x പ്ലസ് 0y എക്സ് വൈ ഇസഡ് മൈനസ് 5z ഇസ് ഈക്വൽ ടു -6. അപ്പൊ നമുക്ക് ഈ മെട്രിക്സിന് AX ഈക്വൽ ടു ബി തിരിച്ച് ഇക്വേഷൻ ആക്കി കൺവേർട്ട് ചെയ്ത് പുതിയ മെട്രിക്സ് വെച്ചിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. ഓൾറെഡി ഉള്ള ഇക്വേഷനിലേക്ക് നമ്മൾ നോക്കണ്ട. അപ്പോൾ നമുക്ക് ഇതിന് ഇനി സൊല്യൂഷൻ കിട്ടും. ഇത് നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഈ 0y ഒന്നും എഴുതേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഇക്വേഷനെ എങ്ങനെ എഴുതാൻ നോക്കിക്കേ. എക്സ് പ്ലസ് വൈ അതായത് എക്സ് പ്ലസ് 2z ഈസ് ഈക്വൽ ടു 2 അല്ലെ. 0y ഒന്നൊക്കെ മാറ്റി ഞാൻ ഇങ്ങനെ എഴുതുന്നു. അടുത്തത് y പ്ലസ് z ഈസ് ഈക്വൽ ടു 3. മൂന്നാമത്തെ ഇക്വേഷൻ എങ്ങനെയാ? മൈനസ് 5z ഈക്വൽ ടു -6. ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3. 3 ഇക്വേഷൻസ് കിട്ടി. ഈ ഇക്വേഷൻസ് ആൻസർ ആയി കഴിഞ്ഞു. ഈ സെഡിന്റെ വാല്യൂ എവിടെ നിന്ന് കിട്ടും? നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? The set of values of x, y, z which satisfies the given equation is known as the solution. അതായത് ഏതാ? ഇതിനകത്തെ എക്സ് വൈ സെഡുകളുടെ വാല്യൂ ആണ് നമ്മുടെ സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്ത ഈ 3 ഇക്വേഷൻ അങ്ങ് സോൾവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് സൊല്യൂഷൻ കിട്ടിയല്ലേ. ഇതിന് സോൾവ് ചെയ്ത 5z ഈക്വൽ ടു -6 നമുക്ക് കിട്ടിക്കഴിയും അല്ലേ. 5z ഈക്വൽ ടു -6 നമുക്ക് ചെയ്ത് നോക്കാം. 5z ഈക്വൽ ടു ദാറ്റ് ഈസ് മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ ഫ്രം 1 5 minus 5z equal to -6 which implies minus cancel ആയി which implies z equal to 6/5. z ന്റെ വാല്യൂ കിട്ടി. ഇനി ഫ്രം 2 പുറകോട്ട് പോകുന്നു. ഇതുകൊണ്ട് ഈ മെത്തേഡ് നമ്മൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയാറുണ്ട്. കാരണം ലാസ്റ്റ് ഇക്വേഷനിൽ ഇങ്ങനെ കിട്ടും, അത് കഴിഞ്ഞ് അതിന്റെ പുറയിലേക്ക്. അതുകൊണ്ട് നമ്മൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞാലും അതാന്ന് ഓർത്തോണം. ഫണ്ടമെന്റൽ തിയറം എന്ന് പറഞ്ഞാലും അത് യൂസ് ചെയ്യാൻ പറഞ്ഞാലും ഇത് തന്നെ. ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാലും ഒക്കെ നമ്മൾ ഇത് തന്നെയാണ്, ഈ മെത്തേഡാണ് തന്നെയാണ്. അപ്പൊ നമുക്ക് y പ്ലസ് ഇസഡ് ഫ്രം 2 y പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 3. ഇനി നമുക്ക് കാണേണ്ട എന്താ? ഇത് നമുക്ക് ഇസഡ് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും നിങ്ങളൊരു കാൽക്കുലേഷന് എളുപ്പമുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഇതിനകത്ത് ഇസഡ് കിട്ടി. ഇനി കിട്ടേണ്ട y അല്ലേ. അപ്പൊ y ഈ ഇക്വേഷനെ നമ്മളൊന്ന് കണ്ടുപിടിച്ചേ. വിച്ച് ഇംപ്ലൈസ് y ഈസ് ഈക്വൽ ടു ആരാ? 3 മൈനസ് ഇസഡ്. y ഈക്വൽ ടു 3 മൈനസ് y അപ്പുറത്തേക്ക് പോയപ്പോൾ ഇസഡ് അപ്പുറത്തേക്ക് പോയോ -z ആയി. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇങ്ങനെ എഴുതിയിട്ട് ചെയ്താൽ തെറ്റാതിരുന്നോളും. അല്ല നിങ്ങൾ ഇവിടെ കൊണ്ട് ഇസഡിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ എപ്പോഴും തെറ്റിപ്പോകും. ഈ ഇക്വേഷനിൽ തന്നെ കണ്ടുപിടിക്കേണ്ടത് ആരാണോ ആളെ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 3 മൈനസ് 6/5. 3 മൈനസ് 6/5 ദാറ്റ് ഈസ് LC എടുത്തു കഴിഞ്ഞാൽ ആരാ? LCM 5 ആണ്. 5 into 3 ദാറ്റ് ഈസ് 15 മൈനസ് 6
15 minus 6 is equal to 9/5. ഇപ്പൊ നമുക്ക് 9/5 ഏതിന്റെ വാല്യൂ കിട്ടി? Z കിട്ടി. ഇപ്പൊ നമുക്ക് y കിട്ടി. ഇനി നമുക്ക് ഏത് ഇക്വേഷനിൽ തിരിച്ചു വരാം? ഫ്രം ഇക്വേഷൻ നമ്പർ 1 to 3യിൽ നിന്ന് Z കിട്ടി. നമുക്ക് നോക്കിക്കേ, 2ൽ നിന്ന് y കിട്ടി. ഇനി ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Z ഉണ്ട്, നമുക്ക് x കണ്ടാ പോരെ. ഓൾറെഡി Z ഉം y ഉം ആയി, നമുക്ക് x കണ്ടാ പോരെ. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഫ്രം ഇക്വേഷൻ നമ്പർ 1. ഫ്രം ഇക്വേഷൻ നമ്പർ 1 ആരാ ഇക്വേഷൻ നമ്പർ 1? x plus 2z equal to 2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇതിൽ നിന്ന് നമുക്ക് ഇനി കാണേണ്ട ഏതേ ഉള്ളൂ? x അല്ലേ ഉള്ളൂ. ഇതാ പറഞ്ഞത് ഇവിടുന്ന് വിച്ച് ഇംപ്ലൈസ് x is equal to 2z അപ്പുറത്തേക്ക് പോകുമ്പോൾ -2z ആവും. 2 - 2z ഇങ്ങനെ എഴുതിയതിനു ശേഷം ചെയ്യുക. അപ്പൊ നമുക്ക് തെറ്റത്തില്ല. ദാറ്റ് ഈസ് 2 - 2 into z വാല്യൂ അറിയാലോ, 6/5. ടേക്ക് LCM. LCM എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് കൂടെ എഴുതാം. 2 - 12/5. ഇനി നമുക്ക് LCM എടുക്കാം. LCM എങ്ങനെ വരും? 5 ആണ് നമ്മുടെ LCM. 5 into 2 10 minus 12, that is minus 2/5 is the value of x. അപ്പൊ നമുക്കൊന്ന് എടുത്തെഴുതാം. Therefore the solution x ഏതാ കിട്ടിയേക്കുന്ന? x minus 2/5, y is equal to 9/5, z is equal to 6/5. So നമ്മള് സൊല്യൂഷൻ ആയിട്ട് എഴുതുമ്പോൾ therefore the solution is capital X is equal to x y z. ഇങ്ങനെ തന്നെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇത്ര എഴുതിയിട്ട് ആൻസർ എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ എഴുതി ശീലിക്കുന്നത് നല്ലതാ. എക്സിന്റെ വാല്യൂ എത്രയാ? -2/5, വൈയുടെ വാല്യൂ 9/5, ഇസഡിന്റെ വാല്യൂ 6/5. ഇങ്ങനെ ഒന്ന് എഴുതി ശീലിക്കുവാണെങ്കിൽ നല്ലതാണ്. ഇങ്ങനെ എഴുതി വെച്ചാലും മതി. സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സിന്റെ വൈയുടെ ഇസഡിന്റെ വാല്യൂ ഇതാണ്. ഈ വാല്യൂസിനാണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ എന്നതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് x, y, z which satisfies the given set of equation is a solution of the system of equation. ഇത്തരം പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ക്ലിയർ ആയി കാണുമായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി നമുക്ക് ഇനിയും പ്രോബ്ലംസ് വരാനുണ്ട്. ഇത് യുണീക് സൊല്യൂഷന്റെ കേസ് ആയിട്ടുള്ളൂ. ഇനി ഇൻഫിനിറ്റ് സൊല്യൂഷന്റെ കേസസ് വരാനുണ്ട്. കൺഫ്യൂഷൻ ഒന്നും ആയില്ലല്ലോ അല്ലെ? കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടോ? കൺഫ്യൂഷൻസ് ഒന്നും ആയില്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിൽ നമുക്ക് ഇൻഫിനിറ്റ് സൊല്യൂഷന്റെ ഒക്കെ അതിനിടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് പറയുവാണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു തരാം. അപ്പം നിങ്ങൾക്ക് അടുത്ത വീഡിയോ നമ്മൾ ഇനി ഇൻഫിനിറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പൊ നിങ്ങൾ ഡൗട്ട്സ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്തു തരാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ടിൽ ദെൻ ബൈ.